മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള മണിശങ്കർ അയ്യർ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഈ നാട്ടിലെ സർക്കാരിനെതിരെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആ നുണക്കോട്ടകളെല്ലാം തകർത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി തുടരണമെന്ന് ഒരു ആവശ്യം പരസ്യമായി ഉന്നയിച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, മണിശങ്കർ അയ്യർ ആരാണ്? മണിശങ്കർ അയ്യർ 2004 മുതൽ 2009 വരെ കേന്ദ്രമന്ത്രിയായിരുന്ന UPA സർക്കാരിന്റെ കേന്ദ്രമന്ത്രിയായിരുന്ന അതേ മണിശങ്കർ അയ്യർ തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കേരളത്തിൽ 2031 കേരളം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള വികസന ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് കേരളത്തിന്റെ ഭരണ മികവ് കണ്ടിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് മണിശങ്കർ അയ്യർ പറഞ്ഞ വാചകം. ആ വാചകത്തിലുണ്ട് എന്താണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇടതുപക്ഷ സർക്കാർ ഒരു നാടിന്റെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് സംബന്ധിച്ച് കേൾക്കുന്നവർക്ക് വിലയിരുത്താവുന്നതാണ്. ശ്രദ്ധിക്കുക, മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. As the best Panchayati Raj state in the country, I have to fall at your feet, Chief Minister Pinarayi Vijayan, and say, please, sir, pick up the baton that the Congress has dropped. So in the presence of the Chief Minister, who I'm sure will be the next Chief Minister. കേട്ടല്ലോ, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ്, അതായത് ഈ പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലും ഒരു സ്വയംഭരണ കേന്ദ്രങ്ങളാണ്. ജനകീയാസൂത്രണം, ജനങ്ങളിലേക്ക് നേരിട്ട് സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കുന്ന ഏറ്റവും മികച്ച മാതൃക കേരളത്തിലാണ്. ആര് ഭരിക്കുമ്പോൾ 10 വർഷത്തിന്റെ പിണറായി വിജയൻ സർക്കാർ, അദ്ദേഹം ഈ കേരളത്തിന്റെ വികസന മാതൃകകൾ കണ്ടതിനോടൊപ്പം തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചു വന്നു. തൊട്ടടുത്ത സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. മുൻപ് തദ്ദേശ സ്ഥാപനങ്ങളുടെ മന്ത്രിയായിരുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മണിശങ്കർ അയ്യറെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. അദ്ദേഹം വരുമ്പോൾ ഈ നാട്ടിലെ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ്സുകാർ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. ഖേദം പ്രകടിപ്പിച്ചു. നിങ്ങൾ വീഡിയോയിൽ കേട്ടല്ലോ, പരസ്യമായിട്ട് എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇതിൽ നിന്ന് വിട്ടുനിന്നതിൽ ഞാൻ ഖേദിക്കുന്നു. എൻ്റെ രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റോ CPM അല്ല, കോൺഗ്രസ്സുകാരനായിട്ടുള്ള വ്യക്തി പറയുകയാണ്. അതായത് ഈ നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ ഇതര സംസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വരെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളം എന്ന നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റവും ജനപുരോഗതിയും എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് സമാനതകളില്ലാത്തതാണ്. മറ്റൊരു സംസ്ഥാനവുമായിട്ട് കേരളത്തിന്റെ എല്ലാ ജനവിഭാഗത്തെയും അടിസ്ഥാന മേഖലയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഒരു സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് ആവിഷ്കരിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ചും 2031 ഈ നാട് എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുമ്പോൾ അതിൽ സ്വന്തം അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് തമിഴ്നാട്ടിലിരുന്ന് കേരളത്തെ നോക്കിക്കണ്ട ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു ഇവിടെ പിണറായി സർക്കാർ തുടരണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കോൺഗ്രസ് നേതാവായിട്ടും കോൺഗ്രസിന്റെ ആശയം ഉൾക്കൊള്ളുന്ന വ്യക്തിയായിട്ട് പോലും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റമല്ല ഈ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കോൺഗ്രസ്സുകാരായിട്ടുള്ള ഇതര സംസ്ഥാനത്തുള്ള നേതാക്കന്മാരെ കൊണ്ട് പോലും അങ്ങനെ ചിന്തിപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാം, കർണാടകയിൽ നിന്നൊരു ആരോഗ്യമന്ത്രിയെ ഇവർ സർക്കാരിനെതിരെ സംസാരിക്കാൻ കൊണ്ടുവന്നു. ആ സന്ദർഭത്തിൽ കർണാടകയിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കേരളമല്ലേ സമസ്ത മേഖലയിൽ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് ഈ നാട്ടിലിരിക്കുന്ന കോൺഗ്രസിന്റെ പടുവാഴകളും സംഘപരിവാറും ചേർന്ന് പ്രചരിപ്പിക്കുന്നത് എന്തിനെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ആ പ്രതികരണം കഴിഞ്ഞതോടുകൂടി മണിശങ്കർ അയ്യർ എന്ന 84 വയസ്സുള്ള വയോധികനായിട്ടുള്ള നേതാവ് ആരായി മാറിയിരിക്കുകയാണ്? അലവലാതിയായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിന്റെ പുതിയ വക്താക്കളായിട്ടുള്ള ചില ചാവേറുകളെല്ലാം അദ്ദേഹത്തെ അലവലാതി എന്നാണ് വിശേഷിപ്പിച്ചത്. കണ്ടല്ലോ, എന്തൊരു നല്ല സഭ്യമായ ഭാഷ! മുതിർന്ന നേതാക്കന്മാരോടുള്ള ആദരവ് കണ്ടില്ലേ? ഞങ്ങൾ പറയുന്ന പച്ചക്കള്ളങ്ങളെയും നുണകളെയും ഓണാക്കുന്നവരാണ് മാതൃകക്കാർ, സത്യം പറയുന്നവരെല്ലാം അലവലാതികളാണ്. ഇന്നത്തെ കോൺഗ്രസിന്റെ കേരളത്തിലെ രാഷ്ട്രീയം എവിടെ പോയി അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് മണിശങ്കർ അയ്യർ പറഞ്ഞ ഈ നാട്ടിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം അതൊരു വികസന മാതൃകയാണെന്നും അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി തുടരണമെന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ഗാന്ധിയന്മാരാണത്രേ, ഗാന്ധിയൻ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ഗാന്ധിയൻ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയെ ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ അവർ വിളിക്കുന്ന പേര് അലവലാതി. എങ്ങനെയുണ്ട് കോൺഗ്രസിന്റെ ഒരു മാറ്റമേ? നാട് ഇത് മനസ്സിലാക്കണം, തിരിച്ചറിയേണ്ട സന്ദർഭമാണെന്ന് മാത്രമേ പറയാനൂ.